മത്സരങ്ങൾ ഓണത്തോടനുബന്ധിച്ച് ഇവിടെ നടത്തുകയാണ്. അതിനു മുമ്പ് ഇവിടെ ഒരാൾ വെള്ളം ഒഴിച്ച് ഇവിടെ നശിക്കാൻ ആരെങ്കിലും സ്റ്റൈലോട്ട് കയറ്റിവിടെ ഈ മനുഷ്യനെ പിടിച്ച് ഒരുമാതിരി വെള്ളം ഒഴിച്ചോണ്ട് സ്റ്റേ വരല്ലേ, അനാവശ്യം കാണിക്കല്ലേ. ആരുമില്ല ഈ മനുഷ്യനെ പിടിച്ച് പുറത്താക്കിയേ. ഹലോ ഹലോ, അത് പയ്യനറിയില്ല. പോടാ പോടാ. ഇവിടെ കളരി, കരാട്ടെ, കുംബു, ജൂഡോ, ബ്ലാക്ക് ബെൽറ്റ് ഇതെല്ലാം ടി വി വരുമ്പോ മിണ്ടായിരുന്നു കാണുന്ന പാർട്ടി കഴിഞ്ഞു. ഇപ്പോ വെറുതെ എന്റെ കൈക്ക് ജോലി ഉണ്ടായി സംഭവം എന്റെ. അയ്യോ, എന്റെ 10 രൂപ കാണാനില്ലേ? അയ്യോ, എവിടെ വെച്ചാടാ ഇത് കാണാതായത്? ബാറിൽ വെച്ച്. ബാറി കളഞ്ഞ എന്തിനാണ് ഇവിടെ ഒന്ന് തിരക്കണേ? ബാറ് ഭയങ്കര ഇരുട്ടല്ലോ, ഇവിടെ ആകുമ്പോ വിളിച്ചോണ്ടല്ലോ. എന്തുവാ എടാ, ഒന്നും പറയണ്ടെന്നേ. ഞാൻ ഇന്നലെ ബാറിലിരുന്ന് 2 എണ്ണം അടിച്ചിട്ട് ഞാൻ ഒരു 30 സാധനം അവിടെ വച്ചിട്ട് തിരിഞ്ഞപ്പോ ഒരുത്തൻ വന്ന് തട്ടി കമത്തി. സഹിക്കോ? ഞാൻ സഹിക്കില്ല. ഞാൻ ഒരെണ്ണ ഇരുന്ന കസര എടുത്ത് അവന്റെ തലമണ്ട അടിച്ച് കീറി. എന്നിട്ട് ഒന്നും പറ്റിയില്ലേ? ഒന്നും പറ്റിയില്ല. ഞാൻ വീട്ടിൽ ചെന്നപ്പോ അച്ഛൻ തല പ്ലാസ്റ്റർ ഇട്ടോണ്ടിരിക്കുന്നു. ഇവിടെ കാണാൻ പറ്റുന്നില്ലെന്നേ. ഇതൊരു വൃത്തിയായിട്ട ലൈറ്റ് അല്ലേ ഈ ബാറില്ലേ. ഇനി നാളെ തൊട്ട് ഹാലിലും ഫിക്സ് ചെയ്യണം. എന്റെ പൊന്നേട്ടാ, റോഡ് സൈഡാണ്, ഇങ്ങനെ വെള്ളം ഒടിച്ച് കിടന്ന് ആടരുത്. നാട്ടുകാർ മൊത്തം കണ്ടോണ്ടിരിക്കുക. ഇതിലെവിടെ ആടുന്നത്? ഇത് മൊത്തം കിടന്ന് നിങ്ങൾ ആടുമല്ലേ? എടാ, അത് നീ മദ്യപിച്ചോണ്ട് നിനക്ക് തോന്നുന്ന ഞാൻ ആടുന്നത്. ഒരുമാതിരി വെള്ളം ഒടിച്ചിട്ട് അനാവശ്യം പറയല്. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ മദ്യപിച്ചിട്ടില്ല. അറിയാം നിങ്ങൾക്ക്? നീ അടിച്ചില്ലടാ? ഞാൻ ഇതുവരെ മദ്യം കഴിച്ചിട്ടില്ല. എനിക്ക് സംശയമുണ്ട്. ഊതടാ. നീ ഊതി. ഞാൻ ഇപ്പൊ പറഞ്ഞ ഇതിനെക്കാളും നല്ല നീ മദ്യപിച്ചോണ്ട് ഊതുന്ന ബെസ്റ്റ്. ജനിച്ചതിന് ശേഷം ഇതുവരെ കോൾഗേറ്റും പ്രശ്നമൊന്നും കണ്ടിട്ടില്ലേടെ. ഓ പെറ്റ തള്ള സൈക്കിളേ സവരല്ല മുറ. വല്ല ആറ്റിലങ്ങനെ എടുത്തടിച്ച് അവിടെ ബാക്കിയുള്ളവന് പേരദോഷം ഉണ്ടാകാം. ചേട്ടൻ എവിടെ പോണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കൊണ്ടാക്കാം. പാപ്പോ നീ എന്നെ എങ്ങ് കൊണ്ടുപോണ്ടാ? എടാ, ഞാൻ കാരായിട്ട് എന്നെ ബാങ്ക് വാനൊരു സദാശിവന്റെ വീട്ടിൽ നിന്ന് ഇതേ കോലത്തിൽ പോയി. എന്തിന് പോയപ്പോ ഞാൻ സദാശിവൻ എന്നോട് പറഞ്ഞ്, ബാങ്ക് വാനർ എന്നോട് എന്ന് പറഞ്ഞ്, ദിനേശ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നാളെ രാവിലെ ഒരു 10-10:30 ആകുമ്പോ നീ ബാങ്കിലോട്ട് വാ, ഞാൻ വായ്പ എടുത്തു തരാന്ന്. ആരെ വായ്പ എടുത്തു തരാന്ന്? വായിൽ പെടുക്കണ കേസല്ല, വായ്പ എടുത്തു തരാന്ന്. എന്തിന്? കുറച്ച് സ്വർണ്ണം എടുക്കണം. സ്വർണ്ണം എടുക്കാനാണെങ്കിൽ എനിക്ക് പരിചയത്തിലുള്ള 2-3 ജുവലറികൾ ഈ സിറ്റിയിലുണ്ട്. ചേട്ടൻ ഏത് കടയാണ് സ്വർണ്ണം എടുക്കണ്ടേ? അങ്ങനെയൊന്നുമില്ല, എളുപ്പത്തിൽ കുത്തി തുറക്കാൻ പറ്റുന്ന ജുവലറി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അഖില കേരള കറവ മത്സരം നടക്കുന്ന ദിവസമാണെന്ന്. കറവ മത്സരത്തിൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അവിടെ 1-ാം സ്ഥാനം. കഴിഞ്ഞ പ്രാവശ്യം ചേട്ടനാണേ 1-ാം സ്ഥാനം. അതെ, ഇന്നാണെന്ന് പറയാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച ഞാൻ ചേട്ടന്റെ വീട്ടിൽ വന്നു. ആ ചേട്ടൻ ആറ്റിന്റെ കരയിൽ നിന്നുള്ള താമസം അങ്ങ് മാറിയ എന്നെ മാറി. നന്നായി. ഇത് പറയാനായിട്ട് ഞാൻ ചേട്ടന്റെ വീട്ടിൽ വന്നപ്പോ ആറ്റിന്റെ കര ഒരുമാതിരി പെണ്ണുങ്ങളുടെ കുളിയും നനയും ഒരു വൃത്തിയില്ല. അതുകൊണ്ട് ഇപ്പൊ എവിടെയാ താമസം? ഇപ്പൊ ഞാൻ ആറ്റിന്റെ അരിയത്തോട്ടാക്കി. അതെന്താ? പഴയ പോലെ കണ്ണത്ര പിടിക്കുന്നില്ല. എന്നെ കലാനകത്ത് ഇറക്കി വെച്ചൂടായിരുന്നു. ഇറക്കി വെച്ചല്ലേ നാട്ടുകാരല്ലേ ചുവന്ന് കരയെ കയറ്റുന്നു. അതൊക്കെ പോട്ടെ. ആ ജാനമ്മയുടെ കൊച്ചു കുഞ്ഞിനോട് ചേട്ടൻ എന്ത് വൃത്തിയാണ് കാണിച്ചത്? എന്ത് വൃത്തിയാണ്? 6 മാസം പോലും പ്രായമില്ലാത്ത കൊച്ചു കുഞ്ഞിനെ എന്തിനാ ചേട്ടൻ അടുത്ത് കൊളത്തിയിട്ടത്? അതിപ്പോ എന്തോ വലിയ കുറ്റോ? പിന്നെ കുറ്റമല്ലാതെ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ 2 എണ്ണം അടിച്ചോണ്ട് അത് പോയി പോയപ്പോ ജാനമ്മയെ കണ്ട്. ജാനമ്മ ഇപ്പൊ പ്രസവം എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയല്ലേ ഉള്ളൂ. ഞാൻ ജാനമ്മ എടുത്തു വെച്ച്, ജാനമ്മ നിന്റെ കുഞ്ഞിപ്പോ സുഖമായിട്ടിരിക്കണെന്ന് ചോദിച്ചു. അപ്പൊ അവൾ എന്നോട് ഒന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല ചേട്ടാ, കുഞ്ഞിതാപ്പ നീന്തി തുടങ്ങിയേ ഉള്ളത്. എന്നാ ഒന്ന് കാണണമല്ലോ എന്ന് കരുതി അവളെ വീട്ടിൽ ചെന്നപ്പോ കുഞ്ഞിന് എണ്ണ തേച്ച റായത്തിട്ടേക്കണം. ഞാൻ നൈസ് അടുത്ത് കുളത്തിയിട്ടു. എന്തിന്? നീന്തലാണ്. എടാ പിന്നല്ലേ പിടിയിട്ട് ആ ചെറുക്കൻ നീന്തൽ മാത്രം അല്ലെന്നേ, അസലായിട്ട് മുക്കിളിയിട്ട് ഉണങ്ങാൻ കണ്ടോണ്ടിരിക്കും. മുക്കിളിയിട്ട് പോയ കൊച്ചി ഇതുവരെ പൊങ്ങിയിട്ടില്ല. അവിടെ പോലീസും പട്ടാളം കാത്തിക്കാണ്. ഇപ്പൊ പൊക്കിക്കൊണ്ടു. പോലീസുകാരെ തിരക്കിക്കാന്ന് നമുക്ക് അറിയാം. അവിടെ കാത്തിക്കാണ്. അവിടെ ചെന്നോട്. നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് അറിയാം മനുഷ്യ. നിങ്ങൾ 24 മണിക്കൂർ കുടിച്ച് സുഖിച്ച് കിടക്കുന്ന നാട്ടുകാർ പറയുന്നത്. അപ്പൊ ഇവിടെ എല്ലാവർക്കും പൊതുവെ ഒരു ധാരണ ഉണ്ട്, ദിനേശം കുടിച്ച് സൂചിച്ചടക്കണം. അപ്പൊ കുടിയന്മാരാ നമ്മളെ ഇവൻ കളിയാക്കിയതാ. എന്റെ പൊന്നുവിനെ നീ നില്ല്, നീ പോരുത് കേട്ടാ. അല്ല സത്യം, ഇയാൾ 24 മണിക്കൂർ വെള്ളം ഒഴിച്ച് മനുഷ്യനെ കൊണ്ട്. നീ എന്തോ പറഞ്ഞാ കുടിച്ച് സൂചിച്ചടക്കണം. പിന്നെ സത്യമല്ലേ? വൈറ്റ് റമ്മാണ് ഞാൻ അടിച്ചെന്റെ വത്സന. ഞാൻ നീ വലിയ കൊമ്പത്തെ വർത്താനം പറഞ്ഞല്ലോ, ദിനേശം കുടിച്ച് സൂചിച്ചടക്കാനെന്ന്. മദ്യപാനികളെ ഒന്നണങ്കം നീ കളിയാക്കിയതാ. ഒരല്പ ടേസ്റ്റ് ചെയ്ത് നോക്കാം, അതിന്റെ ഉപയോഗത്തിനെ അറിയട്ടെ. തന്നെ
തന്നെ എന്നിട്ട് ഇവിടെ എല്ലാരും പറയുന്ന കുടിച്ച് സൂചിച്ച് അടക്കുന്നെന്ന്. കഷ്ടപ്പെട്ടാണ് ഈ പുല്ല് തൊണ്ട കുഴിയും താഴോട്ട് ഇറങ്ങുന്നത്. പറയണവർക്ക് ഒരു ഗുരുവില്ല. കുടിച്ച് സൂചിച്ച് അടക്കണം. ഇനി പറയില്ലല്ലോ. നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് നല്ലൊരു ജോലി റെയിൽവേയിൽ ഉണ്ടായിരുന്ന മനുഷ്യനല്ലേ? നാട്ടുകാരെ നിങ്ങൾ കേൾക്കണം. നല്ലൊരു ജോലി റെയിൽവേയിൽ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. മാത്രമല്ല കഴിഞ്ഞ ആഴ്ച ഇയാൾക്ക് ഒരു അവാർഡ് കിട്ടി. എന്തിനാണ് അവാർഡ് കിട്ടിയെന്നറിയോ? ട്രാക്കിൽ കിടന്ന ട്രെയിനെ സ്റ്റാർട്ടാക്കി കുറെ ദൂരം ട്രാക്കിൽ കൂടെ ഓടിച്ചിട്ട് ആ ട്രെയിനെ ട്രാക്ക് നിറക്കി വാഴത്തോട്ടം വഴിയും മരച്ചിലുള്ള വഴിയും റബ്ബർ തോട്ടം വഴിയും കൊണ്ടുവന്ന് വീണ്ടും ട്രാക്കിൽ കയറ്റി സ്റ്റോപ്പിൽ കൊണ്ട് നിർത്തിയാണ് അവാർഡ് കിട്ടിയത്. അതല്ലേ ചേട്ടാ ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഇതിന്റെ രഹസ്യം? രഹസ്യം പറഞ്ഞല്ല, നമ്മൾ ഈ ട്രെയിൻ ഓടിക്കാൻ പോകുമ്പോൾ രണ്ടെണ്ണം അടിച്ചുകൊണ്ട് പോകാറുള്ളൂ. ഞാൻ കറക്റ്റ് ട്രെയിൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ട്രാക്ക് കൂടെ ഓടിച്ചോണ്ട് പോയപ്പോ പെട്ടെന്ന് ട്രാക്കിൽ എന്റെ മുമ്പ് ഒരുത്തൻ ചാകാനായിട്ട് തലയും വെച്ചോണ്ട് കിടക്കുന്നു. എന്ത് വൃത്തിയാണ് കാണിച്ചത്? ആ ട്രെയിനകത്ത് ഒരു 10,000 പേരെങ്കിലും കാണൂലേ? ചാവാൻ കിടക്കുന്ന ഇവന്റെ ജീവനാണ് വലുത്, അത് ട്രെയിനകത്തിരിക്കുന്ന 10,000 പേരെ ജീവനാണ് വലുത്. ചേട്ടൻ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ അവനെ നെഞ്ചത്തോടെ കയറ്റിറക്കി പൊക്കിടായിരുന്നോ? അതിനല്ലേ വന്നത്. അപ്പൊ അവൻ എഴുന്നേറ്റ് ഓടിക്കളഞ്ഞെന്നെ. ഞാൻ അവന്റെ കൂടെ പോയി. അവൻ തെങ്ങുമ്മനെ വഴി ഓടി, അമ്മനെ കൂടെ വിട്ട്. അവസാനം റബ്ബറും തോട്ടത്തിൽ വെച്ചിട്ട് പുല്ലിനെ കൊന്നിട്ട് കറക്റ്റ് സ്റ്റേഷനിൽ കൊണ്ട് വണ്ടി എടുത്തു. ഞാൻ ഇവിടെ നിലേ അവിടെ കറവ മത്സരം നടത്താൻ പറ്റില്ല. നീ പോടാ. കറവ മത്സരത്തിന് ഇപ്രാവശ്യം 1ാം സ്ഥാനം എനിക്ക് തന്നെ. ഒരുത്തിനും കൂടെ അത് എന്നെ വേണം. ബൈക്കിൽ 660 പോയത് അതോ മൈലിൽ ചെന്ന് ഒട്ടിയിരിക്കുന്നു. അമ്മ കുഴപ്പമില്ല, എന്റെ എന്തൊക്കെയെന്നുള്ളതൊക്കെ ഇല്ലാതാവുന്നു. പാവപ്പെട്ടവനാന്ന് തോന്നുന്നു. ഇവന്റെ മണ്ടയിൽ നിന്ന് ഞാൻ കുതിര കയറും. കുതിരയില്ലേട്ടാ കഴുത. നിന്റെ അപ്പനെ പറ്റിയല്ല പറഞ്ഞത്. പാവപ്പെട്ടവനാ തന്തയ്ക്ക് വിളിച്ചിട്ട് മിണ്ടായിരിക്കുന്നു. പേടി പേടി. മീര പോയാ? ഒരു നിമിഷം പോയി. ഇത്രയും നേരം മടിയിലുണ്ടായിരുന്നു. അയ്യോ അതല്ല മീര വണ്ടി. ശരി, മീര എന്നിടയ്ക്ക് വണ്ടിയായി. എന്റെ പൊന്നേട്ട് ഞാൻ പ്രൊഫസർ മുതുകാടിന്റെ വീട്ടിൽ മാജിക് ഓടിക്കാൻ പോകുന്ന പോയി. ചെറിയൊരു മജിഷ്യനാ. മുതുകാടൻ എന്ന് പറഞ്ഞാൽ എന്താടാ? എനിക്ക് പേടിയാവും. മുതുകാടിന്റെ ഗുരുവാ. നിന്റെ ഗുരു. പക്ഷെ എനിക്ക് അങ്ങനെ ഗുരുവേ അല്ല. ഞാൻ ഇവിടെ അസലായിട്ട് ഇവിടെ മാജിക് കാണിക്കുന്ന വെച്ച ചേട്ടനാ അവിടെ കഴിഞ്ഞ വർഷം മാജിക് കാണിച്ചത്. പ്രൊഫസർ ദിനേശൻ എന്റെ ഈശ്വരൻ ഒന്ന് പരിചയപ്പെടുന്ന വെച്ചിരിക്കുന്നു. എന്റെ പൊന്നേട്ടാ എനിക്ക് വേണ്ടി ചെറിയൊരു ഐറ്റം മാജിക് കാണിച്ചു തരണം പ്ലീസ്. പൊന്നുവിനെ സംഭവം ഒന്നും കൊണ്ടുവന്നില്ല. ഇത് വെച്ച് കാണിച്ചു തന്നാ. ഇത് വെച്ച് ചെറിയൊരു ഐറ്റം കാണിച്ചു തരണം. പറ്റില്ല എന്ന് പറയരുത് പ്ലീസ്. ചേട്ടാ നാണിക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയൊരു ഐറ്റം കാണിച്ചു. പയ്യൻ പറഞ്ഞുകൊണ്ട് ഞാൻ കാണിക്കാൻ സമയമില്ല. ഓക്കെ പ്രിയമുള്ളവരെ, ഈ മാജിക് എന്ന് പറഞ്ഞാൽ അറിയുന്നുള്ളൊരു കേസി അറിയാൻ പറഞ്ഞൊരു ഭയങ്കര പാടാണ്. ഓക്കെ, സംശയമില്ല. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് കർച്ചി. സംശയമില്ല. സംശയമില്ല. ഓക്കെ റെഡി. ഇതാ മാജിക്കിലേക്ക് കിടക്കുകയാണ്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് കർച്ചി. മലയാളത്തിൽ പറയടാ. തുണി. പീറ തുണി. നീ ഉപയോഗിക്കുമ്പോ, ദിനേശ് ഉപയോഗിക്കുമ്പോ കർച്ചി. ശരി, ഇതാ മാജിക്കിലേക്ക് കിടക്കുകയാണ്. സംശയമില്ല. സംശയമില്ല. കർച്ചീഫാണ്. റെഡി? ഓക്കെ. എന്തായി? കർച്ചീഫായി. താങ്ക് യു താങ്ക് യു. ഇതാണോ മാജിക്? ഇങ്ങനെ മാജിക് കാണിക്കുന്നതൊക്കെ തന്നെ എല്ലാവന്മാരും കൂടെ കാണിച്ചിട്ട് പോകും. എന്റെ പൊന്നേട്ട ഇതല്ല മാജിക്. മാജിക് എന്ന് വെച്ചാൽ അർത്ഥപൂർണ്ണമായിരിക്കണം. അതാണ് മാജിക്. അർത്ഥപൂർണ്ണമായിട്ട് ഇയാളൊന്ന് കാണിച്ചു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാജിക് അങ്ങോട്ട് കാണിച്ചു തരാം. ഇത് കണ്ടത് ഒരു ട്യൂബാ. ഇത് ഞാൻ വായുവിൽ വെച്ച് അപ്രത്യക്ഷമാക്കി കാണിച്ചു തരാം. ആരെയും വായിൽ വെച്ച് അപ്രത്യക്ഷമാകണ്ട. വായുവിൽ വെച്ച് അപ്രത്യക്ഷമാക്കി. പ്രിയമുള്ളവരെ, ഈ ട്യൂബ് കണ്ടുകൊണ്ട് എന്റെ ഏറ്റവും പുതിയ ഐറ്റത്തിൽ കിടക്കുകയാണ്. അതായത് ട്യൂബ് എസ്കേപ്പ് അല്ലെങ്കിൽ ടയർ എസ്കേപ്പ്. റെഡി? പ്രിയമുള്ളവരെ, ഈ ട്യൂബിനകത്തൂടെ ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് കടന്നു പോവാം. ഇതിനകത്ത് ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് കടന്നു പോകാം. എന്റെ പൊന്നു ചേട്ടാ, അതിന് ഇതിനകത്ത് ഒരാൾക്കല്ലേ കടന്നു പോകാൻ പറ്റൂ. പക്ഷെ ഈ ട്യൂബിനകത്തൂടെ 2 പേര് കടന്നു പോയിട്ട് എങ്ങനെ രസോടും എന്നുള്ള ദിനേശൻ കാട്ടിത്തരും. ഇതിനകത്ത് 2 പേര് കാര്യം പോയിട്ട് രക്ഷപ്പെടുന്ന വിദ്യ. അതാണ് മാജിക്. അതിനുവേണ്ടി ഒരാളും കൂടെ വേണം. സുഹൃത്തുക്കളെ, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ കടന്നു വരൂ. നീ മതി. നിനക്കല്ലേ കാണാൻ ആക്രാന്തം. അല്ല, ഇത് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നും ഇല്ലെന്ന്. എനിക്ക് അറിയത്തില്ലല്ലോ. ഇത് അഡ്ജസ്റ്റ് ഉണ്ട് ചേട്ടാ. ഇതെനിക്ക് ഞാൻ റെഡി എന്ന് പറയുമ്പോ നീ ഇതിനകത്ത് കയറിക്കോണം. നിനക്ക് റെഡി ഞാൻ പറയാം, അപ്പോഴേ വലിഞ്ഞു കയറാവൂ. ഇത് പിള്ളേരി കളി അല്ല, ഓർമ്മ വേണം. റെഡി? ഞാൻ നേരത്തെ പറഞ്ഞു അറിയാന്നുള്ളൊരു കേസി അറിയാൻ പറഞ്ഞ ഭയങ്കര പാടാണ്. റെഡി? ഈ ട്യൂബിനകത്തൂടെ ചുമ്മാ അല്ലേ നമ്മൾ അറിയുന്ന ചുമ്മാ എന്നാണ് ഇപ്പോഴല്ലെന്ന്. എടേ ഇറിവോന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അറിയാന്നുള്ളവർക്ക് ഈസി. തൃപ്തിയായ എനക്ക്. ഞാൻ ഇപ്പോഴല്ലെന്ന്. നീ ഒന്ന് ഇങ്ങനെ ആക്കിയാന്. ഈശ്വരോ, ഇതെന്തൊരു പാടടേ ഇത്.
എന്റെ കൈ എവിടെയാടേ? ഞാൻ അപ്പഴേ പറഞ്ഞു ഇപ്പൊ കേറല്ലേ കേറല്ലേന്ന്. ഞാൻ ആക്രാന്തത്തോടെ വലിഞ്ഞേറാൻ നിന്റെ അമ്മായിമ്മയുടെ വീടാരായിരുന്നു. ഇത് ആര് ഭാഷയുടെ തൊണ്ടക്കുഴി ഇറിവിയെന്നൊന്നാണ് അനുഭവിച്ചോ? ചുമ്മാ ഒന്നാമത് എൻ്റെ കാല് തലയെ തൊടാനില്ല. ഞാൻ അവിടെ നില്ല, ഞാൻ ഒന്ന് ഊരി നോക്കട്ടെ. എനിക്ക് ഊരണ്ട, അവിടെ ഇരുന്ന് നോക്ക. എടേ ഞാന് എനിക്ക് ഇന്ന് കല്യാണത്തിന് ഓളേണ്. നീ എത്തി ചുമ്മാ സമാനപ്പെട്. നീ സമാനപ്പെട്ടൊന്ന് ആലോചിച്ച് നോക്കാണ് ആദ്യം എങ്ങനെയാണ് ഇങ്ങോട്ട് കയറിയെന്ന്. അതുപോലെ ഒന്ന് ഇറങ്ങി പോവാൻ നോക്കിയാണ്. വേണ്ട വേണ്ട, അവിടെ ഇരുന്നു. ഉള്ള പിടുത്തവും പോയി. നേരത്താന്ത പുല്ലിനെ വലിച്ച് കയറ്റാൻ തോന്നിയത്. എടാ നീ എടാ എത്തിയേച്ച് പോടാ. നാട്ടുകാർ കണ്ട തെറ്റിദ്ധരിക്കോടെ. ബാക്കിയുള്ളവനെ പറയിപ്പിക്കാൻ വന്നിരിക്കുന്നത്. ഇപ്പോഴുള്ളവരെ സംഭവം എന്തായാലും കുരുങ്ങി പോയി. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നൊന്ന് രസം എടുത്തു പ്ലീസ്. ആഹാ, ഇത് നല്ല കളിയാണല്ലോ. ഞാൻ കൂടെ കയറട്ടെ. ഇവിടെ ഒരുത്തൻ കയറിയതിന്റെ നീറ്റല് തീർന്നില്ല. ഇനിയിപ്പോ അവനും കൂടെ വലിഞ്ഞതിനകത്ത് കയറാൻ പോടാ. ഇത് ഓ നിനക്കറിയാൻ പാടില്ലാത്ത ഞാൻ മോനെ ഇപ്രാവശ്യത്തെ കറവ മത്സരം എനിക്ക് തന്നെ ഫസ്റ്റ് ഞാൻ പോയി കറന്നിട്ട് പ്രിയമുള്ളവരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കറവ മത്സരം ആരംഭിച്ചിരിക്കുന്ന ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, ഉഗാണ്ട, കേരളത്തെ പ്രതികരിച്ച് നമ്മുടെ ദിനേശ് ചേട്ടനാണ് കറവ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വാശിയേറിയ കറവ മത്സരത്തിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. റെഡി സ്റ്റോപ്പ്. ആദ്യമായി അമേരിക്ക. എത്ര ലിറ്റർ കറന്നു? 95 liters. പോരാ ദിനേശ് കഴിഞ്ഞ പ്രാവശ്യം 250 ലിറ്റർ കറന്നിട്ടുണ്ട്. പോരാ പൊയ്ക്കോളൂ. അടുത്തായി ജർമ്മനി. എത്ര ലിറ്റർ കറന്നു? 100 liters. പോരാ ദിനേശ് കഴിഞ്ഞ പ്രാവശ്യം 250 ലിറ്റർ കറന്നു. നിങ്ങൾ ഹലോ, അവിടെ എന്താ ഒരു ബഹളം? ചേട്ടാ, ചെറിയൊരു വിഷയം നടന്നു. അതായത് പശുവിനെ കറന്നിട്ട് പാൽ അളക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ പശു വിരണ്ടോടി പാലെല്ലാം തട്ടി കമഴ്ത്തിയിരിക്കുകയാണ്. ഈ മത്സരം ഒന്നുകൂടി നടത്താൻ പറ്റുമെന്ന് അവരുടെ ചോദ്യം. പറ്റില്ലല്ലോ. അങ്ങനെയാണ്. ഭാഗ്യത്തിന് നമ്മുടെ ദിനേശ് ചേട്ടൻ മാത്രമേ പാൽ അളന്നു കഴിഞ്ഞിട്ടുള്ളൂ. പുള്ളിയെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം 250 ലിറ്റർ കറന്നിട്ടുണ്ട്. ഓക്കെ, പറയൂ ദിനേശ് ചേട്ടാ, എത്ര ലിറ്റർ കറന്നു? 1.5. ഒരുമാതിരി അനാവശ്യം പറയല്. അനാവശ്യം നിനക്ക് കാണിച്ചു വിട്ടു അല്ലടാ റാസ്കലെ. എന്താ എടാ, നീയൊക്കെ ബാക്കിയുള്ള എല്ലാ രാജ്യക്കാർക്കും കറക്കാൻ നല്ല ഉഗ്രം പശുക്കളെയും കൊടുത്ത് എനിക്കൊരു മുട്ടൻ കാളയും തന്നു. ഇത്രയും കറന്നാ പോരാടാ റാസ്കലെ.